നമ്മളൊരു ഓഫീസ് വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ ലൈഫ് ഒരു റുട്ടീനായിരിക്കും. രാവിലെ എത്ര മണിക്ക് എണീക്കുക, എന്നിട്ട് എത്ര മണി തൊട്ട് എത്ര മണി ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്യുക, എന്നിട്ട് എത്ര മണിക്കാണ് നമ്മൾ ഫുഡ് കഴിക്കുക, എന്നിട്ട് എത്ര മണിക്ക് നമ്മൾ ഓഫീസിലോട്ട് ഇറങ്ങാമെന്ന്. നമ്മൾ ഒരു ദിവസം കുറച്ച് ലേറ്റ് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ദിവസം ഓട്ടമായിരിക്കും. അങ്ങനെ ഞാൻ ഇന്ന് കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റ്. ഞാൻ കുറച്ച് മുതിര മുളപ്പിച്ച് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതിൻ്റെ സൈഡിൽ കൂടെ ഒരു ABC ജ്യൂസും. ആക്ച്വലി അത് രാവിലെ എണീറ്റ് ഉടനെ കഴിക്കേണ്ടതാണ്, പക്ഷേ ഇന്ന് ലേറ്റ് ആയതുകൊണ്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കൂടെ കുടിക്കാമെന്ന് വിചാരിച്ചു. മുതിരയ്ക്ക് വേണ്ടിയുള്ള തക്കാളിയും ഉള്ളിയും എല്ലാം ഇവിടെ വേകുന്ന സമയത്ത് ഞാനിവിടെ ABC ജ്യൂസ് ഉണ്ടാക്കാൻ തുടങ്ങി. ഒരെണ്ണം മാത്രം അറ്റ് എ ടൈം ചെയ്യാനുള്ള സമയമില്ല. ഞാൻ മുതിരയും ചെറുപയറും കടലയൊക്കെ ഒരേ സമയത്ത് മുളപ്പിക്കാൻ വെക്കും, എന്നിട്ട് മുളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെക്കും. പിന്നെ ഓരോ ദിവസം ഓരോന്ന് ബ്രേക്ക്ഫാസ്റ്റും കറിയൊക്കെ ആയിട്ട് ഉപയോഗിക്കും. ഞാൻ കുറച്ച് ബ്രോക്കലി വേവിക്കാൻ വെച്ചായിരുന്നു, അതും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ആവശ്യത്തിന് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം, നമ്മുടെ മല്ലിപ്പൊടിയും ഗരം മസാല. ABC ജ്യൂസിൽ നമുക്ക് വേണമെങ്കിൽ പാൽ ഒഴിക്കാം കേട്ടോ. ഞാൻ പാലൊന്നും ഒഴിച്ചിട്ടില്ല, ജസ്റ്റ് ആപ്പിളും ക്യാരറ്റും ബീട്രൂട്ടും മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ ദോശയ്ക്ക് പകരം ഞാൻ ഉണ്ടാക്കുന്നത് കുറച്ച് ഗോതമ്പ് പൊടിയും രാഗിപ്പൊടിയും കുറച്ച് ഉപ്പിട്ടിട്ട് മാവ് പോലെ ആക്കിയിട്ട് അതൊന്ന് ദോശ പോലെ ആക്കിയെടുക്കുക ചെയ്യും. നമ്മുടെ മുതിര ഇതുവരെ വേവായിട്ടില്ല, എനിക്ക് അതിൻ്റെ റോ ടേസ്റ്റ് ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ ആവുന്നത്ര അതിനെ കുറച്ച് മസാല ഒക്കെ ഇട്ട് വേവിക്കാറുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് നെയ്യും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ രണ്ട് സൈഡും കുറച്ച് മുരിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ ഗോതമ്പ് രാഗിയും ചേർന്ന് അത് ദോശയാണോ അപ്പമാണോ അടയാണോ എന്നറിയില്ല. പിന്നെ നമ്മുടെ മുതിരയും ഒരു മുട്ട പുഴുങ്ങിയതും പിന്നെ ABC ജ്യൂസ്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി.